നമ്മൾ നമ്മുടെ CTLP മെത്തേഡിലൂടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടാവും, വാട്ട് ഈസ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്? എന്താണ് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ടോ? ഒരു കിറ്റനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ കിറ്റനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു പൂച്ചക്കുട്ടിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടോ. ഓക്കെ, എന്താണ് ഈ പൂച്ചക്കുട്ടിയുടെ പ്രത്യേകത എന്നറിയോ നിങ്ങൾക്ക്? ഇറ്റ് ഹാസ് 8 ഹെഡ്സ്. ഇതിന് എത്ര ഹെഡുകളുണ്ട്? 8 തലകളുണ്ട്. എത്ര തലകളുണ്ട്? 8 തലകളുണ്ട് കേട്ടോ. 8 ഹെഡ്സ്. ഓക്കെ, 8 തലകളുണ്ട്. 8 തലകളുണ്ട്. പിന്നെയോ 20 ബോഡി പാർട്സ് ഉണ്ട്. 20 ശരീരഭാഗങ്ങളുണ്ട്. പിന്നെ കുറേ വാലൊക്കെ ഉള്ള ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു പൂച്ചക്കുട്ടിയില്ല, 8 തലകളുണ്ട്. 8 തലകളുള്ള ഒരു പൂച്ചക്കുട്ടിയാണ്. പിന്നെയോ 20 ശരീരഭാഗങ്ങളുണ്ട്. പിന്നെയോ കുറച്ചധികം വാലുകളുണ്ട്. അങ്ങനെയുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ എഴുതുന്നത്. ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു, യു എന്ന് പറഞ്ഞാലോ നിന്നെ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇപ്പം ഇംഗ്ലീഷ് ഭാഷ എന്നുള്ള എന്താണ്? ഒരു പൂച്ചക്കുട്ടിയാണെന്ന് പറഞ്ഞു. ആ പൂച്ചക്കുട്ടിക്ക് എത്ര ഹെഡുകളുണ്ട്? 8 ഹെഡുകളുണ്ട് കേട്ടോ. ആ 8 ഹെഡുകളിലെ ഒരു ഹെഡാണ് ഐ. ഒരു ഹെഡാണ് എന്ത്? നമ്മൾ ഐ. ഒരു ഹെഡാണ് ഏത്? ഐ. ഐ എന്നുള്ളത് എന്താണ്? ഒരു ഹെഡാണ്. ബാക്കിയുള്ള 7 ഹെഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ് കൊടുത്തു. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ എന്ത് കൊടുക്കണം? ആദ്യം ഹെഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താവുന്നു? ബോഡി പാർട്ട് കൊടുക്കുന്നു. ലൈക്ക് എന്നുള്ള ഒരു ബോഡി പാർട്ടാട്ടോ നമ്മൾ വഴിയെ പഠിക്കും. ലൈക്ക് എന്നുള്ള എന്താണ്? ഒരു ബോഡി പാർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കുന്നു? യു എന്നുള്ളത് ഒരു വാലാണ്. യു എന്നുള്ള എന്താണ്? ഒരു വാലാണ്. യു എന്നുള്ള എന്താണ്? ഒരു വാലാണ്. വാലൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ആ വാല് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 8 ഹെഡുകളുടെ 8 വാലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം എന്താണ് 8 ഹെഡ് എന്ന് മനസ്സിലാവണമല്ലോ, എന്നാലല്ലേ എൻ്റെ വാല് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ ഒരു പൂച്ചക്കുട്ടിയാണ്. 8 ഹെഡുകളുണ്ട്, 20 ശരീരഭാഗങ്ങളുണ്ട്, പിന്നെ ഒരുപാട് വാലുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി അത് പതിഞ്ഞോ? എന്താണ്? 8 ഹെഡുകളുണ്ട്, 20 ശരീരഭാഗങ്ങളുണ്ട്, പിന്നെ ഒരുപാട് വാലുകളുണ്ട് അല്ലേ. അപ്പോൾ ഐ ലൈക്ക് യു എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ എടുത്തു. അതിൽ ആദ്യം ഹെഡ്, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം ഹെഡ് കൊടുക്കുന്നു, തല കൊടുക്കുന്നു. പിന്നെയോ ബോഡി പാർട്ട് ലൈക്ക് അല്ലേ. പിന്നെയോ വാല് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇംഗ്ലീഷ് ഭാഷയുടെ 8 ഹെഡുകളാട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ബോഡി പാർട്ടും വാലൊക്കെ നമ്മൾ വിശാലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇന്ന് നിങ്ങൾ ഹെഡ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ആ ഇംഗ്ലീഷ് ഭാഷയുടെ 8 ഹെഡുകളാണ്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന നമ്മളെ കിച്ചൺ ഉണ്ടല്ലോ, ആ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ആ പൂച്ചക്കുട്ടിയുടെ 8 ഹെഡുകളാട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് 8 ഹെഡുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മാക്സ്. പറഞ്ഞു നോക്കൂ. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മാക്സ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. യു എന്ന് പറഞ്ഞാലോ? നീ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. യു എന്ന് പറഞ്ഞാൽ നീ. ഓക്കെ, ദേ എന്ന് പറഞ്ഞാൽ എന്താ? ദേ എന്ന് പറഞ്ഞാൽ അവർ. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് കേട്ടോ. ദേ എന്ന് പറഞ്ഞാൽ അവർ. വി, നമ്മൾ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ഹി, അവൻ. ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാലോ? അത്, ഇത്. അത്, ഇത് കേട്ടോ. മാക്സ് ഒരാളുടെ പേരാട്ടോ. മാക്സ് ഒരാളുടെ പേരാണ്. അത് ആരുടെ പേരും ആവാം. ഇവിടെ പാട്ടിന് വേണ്ടി മാക്സ് എന്നുള്ളൊരു വ്യക്തിയുടെ പേര് കൊടുത്തു എന്ന് മാത്രമേ. അപ്പോൾ നമുക്കൊരു പാട്ട് വരുന്നുണ്ട് ഇവിടെ. ഏതാണെന്ന് അറിയോ? ഐ എന്നാൽ ഞാനെന്നും, യു എന്നാൽ നീ എന്നും, ദേ എന്നാൽ അവരെന്നും, വി എന്നാൽ നമ്മളെന്നും, ഹി എന്നാൽ അവനെന്നും, ഷീ എന്നാൽ അവളെന്നും, ഇറ്റ് എന്നാൽ അതും ഇതും, മാക്സ് എന്നാൽ പേരെന്നും. ആ പാട്ട് വൈകി വരുന്നുണ്ട്. അപ്പം ഞാനത് പാടിയിട്ട് കൊള്ളാക്കുന്നില്ല. ആ പാട്ട് നന്നായിട്ട് പാടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ പാട്ടിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ 8 ഹെഡ് നമ്മൾ
ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പാട്ട് തന്നെ പാടി പറഞ്ഞ് കേൾപ്പിക്കണം. ഓക്കെ, ഈ ഒരു പാട്ട്, ഈ ഒരു CTLP സോങ് മാത്രമേ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ളൂ. ഏതാണ് ആ പാട്ട്? താഴെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഐ എന്നാൽ ഞാനെന്നും, യു എന്നാൽ നീ എന്നും, ദേ എന്നാൽ അവരെന്നും, വി എന്നാൽ നമ്മളെന്നും, ഹി എന്നാൽ അവനെന്നും, ഷീ എന്നാൽ അവളെന്നും, ഇറ്റ് എന്നാൽ അതും ഇതും, മാക്സ് എന്നാൽ പേരെന്നും എന്നുള്ള ഈ ഒരു 8 ഹെഡുകൾ വെച്ചുകൊണ്ടുള്ളൊരു പാട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ആ പാട്ട് കൃത്യമായിട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി മാത്രമായിട്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ 8 ഹെഡുകൾ. ഈ 8 ഹെഡുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ബോഡി പാർട്ട് എവിടെ കൊടുക്കുക, വാൽ എവിടെ കൊടുക്കുക, അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. അതൊക്കെ നമ്മൾ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വഴിയെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു CTLP സോങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.